റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ഫങ്ഷൻ പഠിച്ചു, ടൈപ്സ് ഓഫ് റിലേഷൻ പഠിച്ചു, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻ, ഇൻവേർട്ടിബിൾ ഫങ്ഷൻ. എന്താണ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻ? ഇൻവേർട്ടിബിൾ ഫങ്ഷൻ എന്താണ് എന്നാണ് ഇനി പഠിക്കാനുള്ളത്. ഇപ്പോൾ ബൈജക്റ്റീവ് ഫങ്ഷൻ പഠിച്ചു നമ്മൾ. ബൈജക്റ്റീവ് ഫങ്ഷൻ ഈസ് എ 1 ആൻഡ് ഓൺ ടു ഫങ്ഷൻ. 1 ആൻഡ് ഓൺ ടു ഫങ്ഷനാണ് ബൈജക്റ്റീവ് ഫങ്ഷൻ. അതേപോലെ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻ നമ്മൾ പഠിച്ചു. കോമ്പോസിഷൻ എഫ് ഡോട്ട് ജി ആൻഡ് ജി ഡോട്ട് എഫ്. ഇനി ഇത് രണ്ടും ഉപയോഗിച്ച് നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻ പഠിക്കാം. എന്താണ് ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻ, അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ്റെ വിപരീതം, ഓപ്പോസിറ്റ് ഫങ്ഷൻ എന്താണ്? Inverse of a function. Let f from x to y is a bijective function, that is 1 and on 2. Then the function from y to x is called inverse of function and is denoted by f inverse. അപ്പോൾ അവിടെ ഇൻവേഴ്സ് ഫങ്ഷൻ ആകണമെങ്കിൽ അത് ബൈജക്റ്റീവ് ഫങ്ഷൻ ആയിരിക്കണം, അതായത് 1 ആൻഡ് ഓൺ 2 ഫങ്ഷൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എ ഫങ്ഷൻ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ഇറ്റ് ഈസ് ബൈജക്റ്റീവ്, ദാറ്റ് ഈസ് എ ഫങ്ഷൻ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ഇറ്റ് ഈസ് 1 ആൻഡ് ഓൺ 2. അതാണ് ഡെഫിനിഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് ഫങ്ഷൻ കണ്ടുപിടിക്കാം. ആ ഫങ്ഷൻ എന്ന് പറയുന്നത് y to x ആയിരിക്കും. എഫ് എക്സിൽ നിന്ന് y ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് y to x, ദാറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ, ഡിനോട്ടഡ് ബൈ f raised to -1, that is f inverse. See that arrow diagram, that x from f from x to y, x is the element of x, y is the element of y, that is f of x equal to y is equal to f of x. That is the function. The 1 and on 2 ആണ് എങ്കിൽ we can define the function f inverse from y to x, that is y to x, f inverse y is equal to x, that is x equal to f inverse y. അതായത് വൈൻ്റെ ഇമേജ് ആണ് ഇവിടെ എക്സ് അണ്ടർ എഫ് ഇൻവേഴ്സ്, ദാറ്റ് ഈസ് എഫ് ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ്. ഹിയർ എക്സിൻ്റെ ഇമേജ് വൈ ആണ് അണ്ടർ എഫ്, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. അപ്പോൾ നേരെ തിരിച്ച് എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ്. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ, ദെൻ എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് വൈ ഇസ് ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ, ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ. ഡൊമൈൻ ഓഫ് എഫ്, റേഞ്ച് ഓഫ് എഫ്. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇതാണ് ഡൊമൈൻ, ഇതാണ് അതിൻ്റെ റേഞ്ച്. ഇനി ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് ആകുമ്പോൾ നേരെ തിരിച്ചുള്ള ഫംഗ്ഷൻ ബി ടു എ ടു ബി ഉള്ളത് ബി ടു എ. അവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് നേരത്തെ എഫിൻ്റെ റേഞ്ച് ആയിരിക്കും, അതായത് റേഞ്ച് ഓഫ് എഫ്, ഡൊമൈൻ ഓഫ് ഇൻവേഴ്സ്. ഇനി റേഞ്ച് എന്ന് പറയുന്നത് ഇതായിരിക്കും എഫ് ഇൻവേഴ്സിൻ്റെ, എഫിൻ്റെ ഡൊമൈൻ. നേരെ തിരിച്ചാണ് റേഞ്ചും ഡൊമൈൻ പരസ്പരം മാറും. ഇനി വേറൊരു ഡെഫിനിഷൻ. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ഡിഫൈൻഡ് ടു ബി ഇൻവേർട്ടിബിൾ ഇഫ് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ജി ഫ്രം വൈ ടു എക്സ് സച്ച് ദാറ്റ് ജി ഡോട്ട് എഫ് ഈക്വൽ ടു ഐ എക്സ്, ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി ഓഫ് എക്സ്, and f dot g is equal to iy, that is the identity of y. Then the function g is called inverse of f and is denoted by f inverse. It's the second definition of composition of function. സാധാരണ ഓൾജിബ്രൈക്ക് ആയിട്ട് ഫംഗ്ഷൻ തന്നാൽ ഈ ഡെഫിനേഷനാണ് ഉപയോഗിക്കേണ്ടത്. സാധാരണ റോസ്റ്റഡ് ഫോമിൽ ഓർഡേർഡ് പെയർ ആയിട്ട് തന്നാൽ ഫസ്റ്റ് ഡെഫിനേഷൻ ഉപയോഗിക്കുക, എഫ് ഇൻവേഴ്സ് 1 ആൻഡ് ഓൺ 2 എന്ന ഡെഫിനേഷൻ. യൂസ് ദിസ് ഡെഫിനേഷൻ, രണ്ട് ഡെഫിനേഷനും ഓർമ്മിക്കുക. എക്സാമ്പിൾ, ആരോ ഡയഗ്രത്തിൽ ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എൻ്റെ ഇമേജ് 3 ആണ്, ബിൻ്റെ ഇമേജ് 1 ആണ്, സിൻ്റെ ഇമേജ് 2 ആണ്. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറയുന്നത് 1, എഫ് ഓഫ് എ എന്ന് പറയുന്നത് 3,
എഫ് ഓഫ് ബി 1 ആണ്, എഫ് ഓഫ് സി 2 ആണ്. ദാറ്റ് ഈസ് എഫ് ഈസ് A3 B1 C2. ഇനി അത് 1 1 ആൻഡ് 1 2 ആണ്. എല്ലാ എലമെൻറ്റിനും ഡിഫറെൻറ്റ് ഇമേജസ് ഉണ്ട്. അതുപോലെ എല്ലാത്തിനും പ്രീ ഇമേജ് ഉണ്ട്. 1 2 ആണ്. അപ്പോൾ ഇൻവേഴ്സ് ഉണ്ടാവും. ഇൻവേഴ്സ് എന്ന് പറയുന്നത് നേരെ തിരിച്ച് 1ൽ നിന്ന് ബിയിലേക്ക്, 2ൽ നിന്ന് സിയിലേക്ക്, 3ൽ നിന്ന് എയിലേക്ക്. ദാറ്റ് ഈസ് 3A 1B 2C. എഫ് ഇൻവേഴ്സ് ഈസ് 3A 1B 2C. വേറൊരു എക്സാമ്പിൾ. ഫ്രം A to B 1 minus 1 3 1 4 2 7 5. 1 1 ആൻഡ് 1 2 ആണ് ഈ ഫംഗ്ഷൻ. എറോ ഡയഗ്രാം കാണുമ്പോൾ തന്നെ നമുക്ക് 1 1 ആണെന്ന് 1 2 ആണെന്ന് മനസ്സിലാവും. ഇനി അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് B2A -1 to 1 1 to 3 2 4 5 7. ഇനി നമ്മൾ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചാൽ വൈക്കിൽ x -2 ആയിരിക്കും. 1 -2 -1 3 -2 1 4 -2 2 7 -2 5. ഇപ്പോൾ ഇവിടെ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ ഇതാണ്, വൈക്കിൽ x -2. ഇനി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചാൽ -1 1 1 3 2 4 5 7. ദാറ്റ് ഈസ് x ഈക്വൽ ടു y പ്ലസ് 2 ആണ്. y പ്ലസ് 2 -1 പ്ലസ് 2 1 -1 പ്ലസ് 2 1 1 പ്ലസ് 2 3 2 പ്ലസ് 2 4 5 പ്ലസ് 2 7. അപ്പോൾ ഇങ്ങനെ കിട്ടും x ഈക്വൽ y പ്ലസ് 2. അപ്പോൾ വൈക്കൽ x -2ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് x ഈക്വൽ ടു y പ്ലസ് 2 ആണ്. അതാണ് രണ്ടാമത്തെ എക്സാമ്പിൾ. ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കൂ. ലെറ്റ് us from s equal to 1 2 3. That is f is a function from s to s defined by the following relations. Find f inverse if it exists. ഇവിടെ മൂന്ന് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. 3 ഫംഗ്ഷൻ 1 1 ആൻഡ് 1 2 ആണോ നോക്കണം. എഫ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എഫ് ഇൻവേഴ്സ് എഴുതണം. ഇല്ലെങ്കിൽ ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലെങ്കിൽ നോട്ട് ഇൻവേർട്ടബിൾ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 1 1 2 2 3 3 ഇത് 1 1 ആൻഡ് 1 2 ആണോ നോക്കണം. ക്ലിയർലി ഇറ്റ് ഈസ് 1 1 ആൻഡ് 1 2. ഡിഫറെൻറ്റ് ഇമേജസ് ആണ്. അതേപോലെ റേഞ്ച് എന്ന് പറയുന്നത് എസ് ആണ് 1 2 3. അപ്പോൾ 1 1 ആൻഡ് 1 2 ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ്. അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അത് ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് സെയിം ആയിരിക്കും. ഇൻവേഴ്സ് സെയിം ആണ് 1 1 2 2 3 3. ദാറ്റ് ഈസ് ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു എഫ്. ഇനി രണ്ടാമത്തെ 1 2 2 1 3 1. അവിടെ 1 1 അല്ല, 2ൻ്റെ ഇമേജ് 1 ആണ്, 3ൻ്റെ ഇമേജ് 1 ആണ്. എഫ് ഓഫ് 2 എഫ് ഓഫ് 3 1 ആണ്. എഫ് ഈസ് നോട്ട് 1 1. അപ്പോൾ 1 1 അല്ലാത്തതുകൊണ്ട് ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. എഫ് ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ. ബൈജക്റ്റീവ് അല്ല, അതുകൊണ്ട് ഇൻവേർട്ടിബിൾ അല്ല. ഇനി മൂന്നാമത്തെ 1 3 3 2 2 1. അത് ക്ലിയർലി ഇറ്റ് ഈസ് 1 1 ആൻഡ് ഓൺ 2. 1ൻ്റെ ഇമേജ് 3 3ൻ്റെ ഇമേജ് 2 2ൻ്റെ ഇമേജ് ഡിഫറെൻറ്റ് ഇമേജ്. അതേപോലെ റേഞ്ച് ഈക്വൽ ടു എസ്. എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ്. ഇൻവേഴ്സ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് പെയർ എഴുതിയാൽ മതി. 1 3 ഉള്ളത് 3 1 3 2 2 3 2 1 1 2. അപ്പോൾ എഫ് ഇൻവേഴ്സ് 3 1 2 2 3 2 1 2 എന്നിട്ട് 1 2. അതാണ് മൂന്നാമത്തെ എക്സാം. അടുത്തത് ഇനി ആൾജിബ്രൈക്ക് ആയിട്ട് ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x പ്ലസ്. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഫ്രം n to y. y equal to y belongs to n such that y is equal to 4x plus 3 for some x belongs to n. Show that f is invertible. Find the inverse of f. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ഓർഡേർഡ് പെയർ ആയിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മളത് രണ്ടാമത്തെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. എഫ് ഡോട്ട് ജി സിക്കൽ 0 ഡോട്ട് എഫ് ഇക്കൽ ഐഡൻറ്റിറ്റി. അപ്പോൾ എഫ് ഡോട്ട് ജിയും 0 ഡോട്ട് എഫും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ജി എന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ജി എന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ given f of x equal to 4x plus 3, take y is equal to 4x plus 3, then find x. ഇതിൽ നിന്ന് x കണ്ടുപിടിക്കും. Here 4x equal to y minus 3, 3 minus y minus 3, 4x equal to y minus 3, x equal to y minus 3 by 4, x equal to y minus 3 by 4 എന്നിട്ട് ആ ഫംഗ്ഷൻ g ആയിട്ട് എടുക്കുക. g എന്ന് പറയുന്നത് y to n, n to y ഉള്ളത് y to n. ഇൻവേഴ്സ് ഇവിടെ g ആണ് നമുക്ക് ലാസ്റ്റ് ഇൻവേഴ്സ് കിട്ടുക. അപ്പോൾ g of y എന്ന് പറയുന്നത് y minus 3 by 4, y minus 3 by 4. Now
g dot f of x കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ബൈ ഡെഫിനിഷൻ g of f of x, ദാറ്റ് ഈസ് g of 4x plus 3. f of x is 4x plus 3. ഇനി g of y is y minus 3 by 4. അപ്പോൾ g of y is y minus 3 by 4. അപ്പോൾ yക്ക് പകരം 4x plus 3 എന്ന് എഴുതിയാൽ 4x plus 3 minus 3 by 4. 3 കട്ടായി we get 4x by 4. that is x. 4x by 4 കട്ടായി x. അപ്പോൾ g dot f എന്നുള്ളത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഓൺ എക്സ് എന്ന് കിട്ടി. ഇനി എഫ് ഡോട്ട് ജി ഓഫ് എക്സ്, ദാറ്റ് ഈസ് എഫ് ഓഫ് ജി ഓഫ് എക്സ്, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് മൈനസ് 3 by 4. ജി ഓഫ് വൈ ഈസ് വൈ മൈനസ് 3 by 4. therefore g of x is x minus 3 by 4. f of x is 4x plus 3. അപ്പോൾ എക്സിന് പകരം 4x minus 3 by 4 എന്ന് എഴുതും. 4 into x minus 3 by 4 plus 3. 4 കട്ടായി x minus 3 plus 3 minus 3 കട്ടായി x. f dot g യും x എന്ന് കിട്ടി. that is identity function. therefore f dot g is equal to g dot f equal to x, the identity function. hence f is invertible. അപ്പോൾ f invertible ആണ്. f inverse എന്ന് പറയുന്നത് x minus 3 by 4. g ആണ് inverse. inverse of f എന്ന് പറയുന്നത് g ആണ്. g of y is y minus 3 by 4. g of x is x minus 3 by 4. അപ്പോൾ f inverse equal to g, that is x minus 3 by 4. ഇതാണ് ഇൻവേഴ്സ് ഓഫ് എഫ്. ഇങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഇനി രണ്ട് റിസൾട്ടാണ് ഇവിടെ പറയുന്നത്. എഫ് ഫ്രം എക്സ് ടു വൈ ആൻഡ് ജി ഫ്രം വൈ ടു സെഡ് ആൻഡ് എച്ച് ഫ്രം സെറ്റ് ടു എസ് ആർ ഫങ്ഷൻസ്. ദെൻ എച്ച് ഡോട്ട് ജി ഓഫ് എഫ് ഈക്വൽ ടു എച്ച് ഡോട്ട് ജി ഡോട്ട് എഫ്. അതായത് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻ അസോസിയേറ്റീവ് ആണെന്നാണ് അതിൻ്റെ മീനിങ്. h dot g dot f equal to h dot g dot f. composition of function is associative. composition of function is not commutative ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. f dot g not equal to g dot f. f dot g dot f ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ. പക്ഷേ അതിൻ്റെ കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്, കോഅസോസിയേറ്റീവ് ആണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഈസ് സാറ്റിസ്ഫൈഡ്. അടുത്ത തിയറം, f from x to y and g from y to z to be two invertible function, then g dot f is also invertible and g dot f inverse equal to f inverse dot g inverse. g dot f inverse equal to f inverse dot g inverse. നേരെ തിരിച്ചാണ് വരിക. ഇത് അതിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്. രണ്ട് പ്രോപ്പർട്ടി ഓർമ്മിക്കുക. ഇനി ഇൻവേഴ്സും ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സും അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ജിയോജിബ്ര എടുത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ ഫങ്ഷൻസിൻ്റെ ഗ്രാഫ് വരക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ച 4x plus 3 അതിൻ്റെ ഇൻവേഴ്സ് x minus 3 by 4 അതിൻ്റെ ഗ്രാഫ് നമുക്ക് വരക്കും. അപ്പോൾ 4x plus 3ൻ്റെ ഗ്രാഫ് ഇതാണ്. x minus 3 by 4ൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരും. എക്സ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ വരച്ചാൽ ഇതാണ് ഐഡൻറ്റിറ്റി. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇതിന് സിമെട്രിക് ആയിട്ടാണ് ആ ഗ്രാഫ് കിട്ടുക. സിമെട്രിക് ആയിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ പരാബോളയാണ് കേട്ടോ. ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആയിരിക്കും. y ഈക്വൽ എക്സ് സ്ക്വയർ ആണെങ്കിൽ x ഈക്വൽ റൂട്ട് വൈ. അപ്പോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ്. അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ്. അപ്പോൾ ഇവിടെ റൂട്ട് എക്സിൻ്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഈ ഗ്രാഫാണ് കേട്ടോ. ഈ ഗ്രാഫ് ഇവിടെ നെഗറ്റീവ് ഉണ്ടാവില്ല, ഡൊമൈൻ നെഗറ്റീവ് ഉണ്ടാവില്ല. നമുക്ക് നെഗറ്റീവ് വാല്യൂസ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതാണ് ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ റൂട്ട് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇനി സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഓഫ് സൈൻ എക്സ് ഇങ്ങനെയാണ് വരിക. സൈൻ എക്സ്
ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാം വിശദമായിട്ട്. ഇവിടെ ഇൻവേഴ്സ് വരച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് സൈൻ എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ഡൊമൈനിലും ഇൻവേർട്ടിബിൾ അല്ല, 1 1 on 2 അല്ല. അപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് കിട്ടും. അത് ഒരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു വാല്യൂ കിട്ടും, അതേപോലെ ഇവിടെ ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് കിട്ടും. അതായത് സെയിം ഇമേജ് കിട്ടും നമുക്ക്, കുറേ വാല്യൂസിന് സെയിം ഇമേജ് കിട്ടും. ഇവിടെ ഒരു വാല്യൂ കിട്ടും, അതേപോലെ ഇതിന് കറസ്പോണ്ട് ഇവിടെ വാല്യൂ കിട്ടും, ഇവിടെ വാല്യൂ കിട്ടും, ഇവിടെയൊക്കെ സെയിം വാല്യൂ കിട്ടും നമുക്ക്, വാല്യൂ കിട്ടും. അപ്പോൾ അത് എന്തല്ല, ഫുൾ ഡൊമൈൻ എടുക്കുമ്പോൾ അത് എന്തല്ല 1 1 on 2 അല്ല, ബൈജക്റ്റീവ് അല്ല. 1 1 on 2 ആണെങ്കിൽ അതിനെ കുറച്ച് ഇൻ്റർവലായിട്ട് ഡിവൈഡ് ചെയ്യണം, അതായത് ഇത്ര മാത്രം എടുക്കണം. അതായത് ഇവിടുന്ന് ഇവിടത്തേക്ക് ഡിഫറെൻറ്റ് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്താൽ അത് ഓരോന്നിൽ അത് 1 1 on 2 ആയിരിക്കും. അപ്പോൾ അത്ര മാത്രമേ അതിന് ഇൻവേഴ്സ് ഉണ്ടാവും. ഇവിടുന്ന് ഇവിടത്തേക്ക് മാത്രം, അതായത് ഡൊമൈൻ ഡിവൈഡ് ചെയ്ത -π/2 π/2 അങ്ങനെ ഡിഫറെൻറ്റ് ഇമേജസ് ആയിട്ട് ഡിഫറെൻറ്റ് ഇൻ്റർവലായിട്ട് ഡിവൈഡ്. അപ്പോൾ ആ ഇൻ്റർവൽ മാത്രം 1 1 on 2 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് വരച്ചാൽ നമുക്ക് ഇത്ര മാത്രമേ കിട്ടും, കുറച്ച് ഫുള്ള് ഗ്രാഫ് കിട്ടില്ല, ഇത്ര കിട്ടും. ഇത്രയും ഭാഗമാണ് അത് ഇൻവേഴ്സ് ഉണ്ടാവും. അതാണ് ഇവിടെ കാണിച്ചത്. അത് നമ്മൾ വിശദമായിട്ട് അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അടുത്ത ചാപ്റ്റർ ഇൻവേഴ്സ് ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ. ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷനിൽ പറയാനുള്ളത്. താങ്ക് യു.